പാർട്ടിയിലൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അത്ര വലിയ ഫേമസ് ലെവലിലൊക്കെ നിന്ന ആൾക്കാരാണ്. അപ്പോൾ അത് കഴുത്ത് ഞെക്കി പിടിക്കാൻ തുടങ്ങി. ഞെക്കി പിടിച്ച് ശബ്ദവും വിളി വരുന്നില്ല, ശ്വാസം മുട്ടലും വെപ്രാളമൊക്കെ പിടിച്ച് ചാടി ഇഴിച്ച്. അപ്പോൾ ഈ ഞെക്കി പിടിച്ചത് ഇദ്ദേഹം കണ്ടോ? ഞെക്കി പിടിച്ച് ഉണർന്നപ്പോൾ പെണ്ണ്, ആ ഫോട്ടോ കണ്ട പെണ്ണ്, മാസ്റ്റർ ബ്രെയിൻ പുള്ളി വന്ന് ഇതേപോലെ ചില കാര്യങ്ങൾ എടുത്തിട്ട്, പക്ഷെ പുള്ളി കോമഡി ലെവലിൽ പുള്ളിയുടെ രീതിയിൽ എടുത്തിട്ട് പോയി. ആ എടുത്തപ്പോഴേ എൻ്റെ മനസ്സിൽ കിട്ടി, ഈ നിങ്ങളുടെ ചാനൽ വിളിച്ച് പറയണം എന്നിനെ കിട്ടി. ദൈവം നിശ്ചയിച്ച ചാനലാണ് ബാക്ക്. അങ്ങ് കണ്ട ഈശ്വരന്റെ രൂപം എന്താണ്? തലേര ഇവിടെ നിന്ന് ഒരു പർവ്വതം പല 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 സ്ഥലത്തൂടെ ഞാൻ നീർച്ചാല് പോലെ വെള്ളം ഒഴുകുന്നുണ്ട്. ഇത് ഒരു തല, ഇപ്പുറത്ത് വേറെ തല, ഇപ്പുറത്ത് വേറെ തല, ബാക്കിൽ വേറെ തല, ഫ്രണ്ടിൽ വേറെ, ഇങ്ങനെ 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 കുറേ തലകൾ. ഈ മാടനെ ഇത് ഒരുപാട് സാധനങ്ങൾ ഞാൻ ഞാൻ ദൈവത്തോട് തന്നെ പറഞ്ഞു, ദൈവമേ ഇങ്ങനെ കൊണ്ട് എനിക്കൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. കാണിച്ച ദൈവം പറഞ്ഞാൽ അത് നിനക്കാനുള്ള ശക്തി ഇല്ല, കാണാനുള്ള ശക്തി ഇല്ല, അതുകൊണ്ട് ഇതൊന്നും ഞാൻ കാണിക്കാത്തതാണ്, നിൻ്റെ അടുത്ത് വരാതെ ഞാൻ നോക്കുന്നതാണ്. ഞാൻ പറയുന്നത് എനിക്കൊന്ന് അന്ന് കാണണം, അറിയണം എന്ന് പറഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഓരോന്ന് കാണാൻ തുടങ്ങി. എന്താണ് ആദ്യം കണ്ടത്? ഇവരൊക്കെ തന്നെ ഞാൻ പിന്നെ ആദ്യം കാണാൻ തുടങ്ങുന്നത്. ഈ സ്ത്രീ, പിന്നെ ഇടയ്ക്ക് ഒരു വീട്, എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ആയുർവേദ ഡോക്ടറുണ്ട്, അപ്പോൾ പുള്ളിയുടെ ഒരു ഫ്രണ്ടും കൂടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് തുച്ഛമായ പൈസയ്ക്ക് കവടിയാറ വീട് കിട്ടി. അപ്പോൾ ആ വീട് 2000-3000 കിട്ടി, വലിയൊരു വീട്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ കിട്ടി? അപ്പോൾ അവരൊക്കെ ഞാനൊക്കെ ചേർന്നൊക്കെയാണ് പണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിൽ SFIയിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു ഫ്രണ്ടാണ്. പുള്ളി പറഞ്ഞ് അവിടെ ഒരു പെണ്ണ് തൂങ്ങി മരിച്ച വീടാണ്. അപ്പോൾ ആ തൂങ്ങി മരിച്ച വീട് നമുക്ക് ചുളുവിന് കിട്ടി. വേറെ ആരൊക്കെ താമസിക്കാൻ വന്ന് എന്തോ ശല്യമൊക്കെ ചെയ്ത് ഇവർ അവസാനം അവരൊക്കെ ആൾക്കാരില്ലാതെ ഒരു 1 വർഷം 2 വർഷം കൊണ്ട് പൂട്ടിയിട്ടിരുന്ന വീട്. അപ്പോൾ ഇവർ ചെന്നപ്പം നിങ്ങൾ വീട് നോക്കിയാൽ മതി, വലിയ വാടകയൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ 2000-3000 തുച്ഛമായ പൈസയ്ക്ക് എന്തോ ആ വീട് കിട്ടി. അങ്ങനെ ആ വീട്ടിൽ നിൽക്കവേ ഇവർ രണ്ടും കൂടെ രാത്രി മദ്യപിച്ചിട്ട് അങ്ങനെ ഒരു പെണ്ണ് 16 വയസ്സോ 17 വയസ്സുള്ള പെണ്ണാണ് മരിച്ചത്. അവനത് പ്രേമനൈരാശ്യം എന്ത് കാര്യം എന്ന് അറിഞ്ഞുകൂടാ. അമ്പലത്തിലൊന്നും കണ്ട കുടുംബമായിട്ട് പോയി തിരിച്ചു വന്ന് പെണ്ണ് കറിയും തൂങ്ങി. അപ്പം ആ പെണ്ണ് ഇതിന് മരിച്ചത് നല്ല ഭംഗിയുള്ള പെണ്ണ്. അപ്പോൾ അവളെ ഫോട്ടോ ഒരു മുറിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മുറി തുറക്കലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ആ മുറിയൊക്കെ തുറന്ന് അതൊക്കെ നോക്കി ആ പെണ്ണ് മരിച്ച റൂം അടച്ചിട്ടുണ്ടായിരുന്നു. ആ തുറക്കലെന്നൊക്കെ അയാൾ പറഞ്ഞു. ഇവർക്കൊന്നും വിശ്വാസമില്ലാത്തോട്ട് തുറന്നു. ആ പെണ്ണിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് എന്തോ കുറച്ച് ചരടൊക്കെ വാങ്ങിച്ച് കെട്ടിയൊക്കെ ഇരുത്തിയേക്കുന്നു ആ ഫോട്ടോയിൽ. നല്ല ഭംഗിയുള്ള പെണ്ണ്. ഈ പെണ്ണ് മരിച്ചു കളഞ്ഞാൽ പക്ഷേ ഇവൾ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കെട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഈ വെള്ളം അടിച്ച് ഷോ പറഞ്ഞു. അന്ന് വെള്ളം അടിച്ച് പിറ്റായി കിടന്ന് പറയും കുഴപ്പമൊന്നുമില്ല. പിറ്റേ ദിവസം രാത്രി ആയപ്പം യുവമാരെ ഓരോരുത്തൻ്റെ കഴുത്തിൽ ഞെക്കി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പക്ക കമ്മ്യൂണിസ്റ്റുകാരാണ്. പാർട്ടിയിലൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അത്ര വലിയ ഫേമസ് ലെവലിലൊക്കെ നിന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ കഴുത്ത് ഞെക്കി പിടിക്കാൻ തുടങ്ങി. ഞെക്കി പിടിച്ച് ശബ്ദവും വിളി വരുന്നില്ല, ശ്വാസം മുട്ടലും വെപ്രാളമൊക്കെ പിടിച്ച് ചാടി ഇഴിച്ച്. അപ്പോൾ ഈ ഞെക്കി പിടിച്ചത് ഇദ്ദേഹം കണ്ടോ? ഞെക്കി പിടിച്ച് ഉണർന്നപ്പോൾ പെണ്ണ്, ആ ഫോട്ടോ കണ്ട പെണ്ണ്. അപ്പം മനസ്സിലായി സാധനം ഉണ്ടെന്ന്. അങ്ങനെ ഇവർ രണ്ടും കൂടെ ഈ സംഭവം നടന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടെ കാണുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട്, നിങ്ങൾ എങ്ങനെ ഒഴിവായി? അവസാനം ഫോട്ടോയുടെ ഫ്രണ്ടിൽ പോയി കാല് പിടിച്ച് ഞങ്ങൾ ഒന്നും ചെയ്യരുത്, ഞങ്ങളെ ശല്യം ചെയ്യരുതേ, ഇല്ല മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഞങ്ങളെ ഒന്നും ചെയ്യരുതേ, ഞാൻ പറയണത് അതേപോലെ ചെന്ന് കരഞ്ഞ് പറഞ്ഞ് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വലിയ വീട്ടുകാരും റൂമിൽ കയറും, ജസ്റ്റ് ഒന്ന് മാനിക്കും, മിണ്ടതൊക്കെ തുറക്കും. ദൈവവിശ്വാസികളായോ അവര്? ദൈവവിശ്വാസിയാൽ ഒരാളിപ്പം നല്ല ദൈവവിശ്വാസമായി, നല്ല വല്ലൊക്കെ പിന്നെ ആയി. അപ്പോൾ അങ്ങനെ ഞാൻ എന്നാൽ പിന്നെ എനിക്കത് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ പോയി. ഞാൻ റൂമിൽ ചെന്നിട്ട് ഈ കൊളുത്തില്ല അവർ ഈ പെണ്ണാന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞതിന് ശേഷം ഏതൊക്കെ ഈ പെണ്ണുങ്ങൾ ആത്മാക്കൾ വന്ന് എൻ്റെ അടുത്ത് നിന്ന് ശല്യം ചെയ്ത് വരാൻ തുടങ്ങി. അപ്പം ഞാൻ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കാം. ഒന്ന് ഈ തൂങ്ങിച്ചത്ത ആ പെണ്ണും, അതും എൻ്റെ അടുത്ത് ശല്യം. എത്ര വർഷത്തിന് ശേഷമാണ് എന്നെ ഒന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി. എങ്ങനെ? ഞാൻ വന്ന് അവിടെ പുച്ഛിച്ചിട്ട് വന്ന്, അപ്പോൾ ഇവിടെ എന്നെ ഒന്ന് ശല്യം ചെയ്യും, പോവും. എന്ത് പറയും? ശല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഹം വേദന, ദേഹം വയ്യായിക, ആശുപത്രി പോയി നോക്കുമ്പോൾ അസുഖമൊന്നുമില്ല, കാലിലെ കംപ്ലീറ്റ് ചുമ്മാ 2 കാലിലെ നീര്, നടുവിലൊക്കെ നീര് ചെന്ന് കാണിക്കും. അവർ പറയും അതങ്ങനെയാണ് ഇങ്ങനെയാണ് 2 ഗുളിക തരും. അല്ല ഈ കുട്ടി വന്നായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാം. അല്ല ഇതെല്ലാം ഉപമനസ്സിലാണ്. ഹാഫ് കൃക്കത്തിലാണ് ഇവരെ കാണുന്നത്, ഹാഫ് കൃക്കത്തിലാണ് കാണുന്നത്. അങ്ങനെ പല സാധനങ്ങൾ. പിന്നെ യാതൊരു അമ്പലത്തിൻ്റെ കുറച്ച് ഇപ്പുറത്തെ ഒരു ആലിൽ ഇതേപോലെ ആരോ മരിക്കുക എന്താ ചെയ്തത്, ആദ്യം പറഞ്ഞ എന്നെ എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഒരു നിരയായിരുന്നു. പിന്നെ പല സാധനങ്ങളെയും എനിക്ക് വേദങ്ങളുടെ ഒരു പിന്നെ ചില സാധനങ്ങൾ വിരൂപരൂപത്തിലും അങ്ങനെ ഇങ്ങനെയും നിന്നെ ഞാൻ വിടൂലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് ദൈവത്തെ വേണോ എന്നൊക്കെ ഇങ്ങനെ പല രീതിയിൽ സംസാരങ്ങളും ഇങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ അപ്പം ഞാൻ ദൈവത്തെ ദൈവമേ എനിക്കിതൊന്നും വേണ്ട, മതി, എനിക്ക് പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇപ്പോൾ എത്ര വർഷം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ആരെ ഇപ്പം ഞാനായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് അനുവദിച്ച് കുറേ കണ്ടതാണ്. പക്ഷേ എനിക്കൊരു പ്രൊട്ടക്ഷൻ ദൈവം വെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊന്നും കാണാതെ ഇങ്ങനെയൊന്നും വരാത്ത രീതിയിലും
പ്രൊട്ടക്ഷൻ വെച്ചിട്ട്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോരോ നിയമങ്ങളുണ്ടല്ലോ, ദൈവിക പ്രപഞ്ച, അതൊക്കെ ഞാൻ ഇങ്ങനെ പാലിക്കുകയാണ്. എന്നെ കൊണ്ട് അതൊക്കെ പാലിപ്പിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അത് കാരണമാണ് ഈ സംസാരവും കാര്യങ്ങളൊക്കെ വന്നത്. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും തെറ്റി പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആ സംസാരം പുറകോട്ട് പോകും. പ്രായച്ചിത്തമൊക്കെ ചെയ്ത് കയറി പറഞ്ഞുണ്ട്. പ്രായച്ചിത്തം എന്താണ് ചെയ്യുന്നത്? ഞാൻ ചെയ്തത് തെറ്റ്. കുറച്ച് നെഗറ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പോസിറ്റീവ് ചെയ്ത് പോസിറ്റീവ് എന്താണ് ചെയ്യേണ്ടത്? ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഒരു പാവപ്പെട്ട ഒരു 50 പേർക്ക് ആഹാരം മാറ്റി കൊടുക്കാം. പക്ഷെ അത് തെറ്റായ കൈകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മളെ ഭാഗത്ത് നെഗറ്റീവ് ആകും. ഇപ്പോൾ ഒരു സംഘടനയെ കൊണ്ടെടുത്ത് സംഘടന പൈസ എത്രയും വെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ദൈവത്തിന് പ്രകൃതി ശക്തിക്ക് കോപവും കൂടെ വരും. തെറ്റാ നിൽക്കുന്നവൻ്റെ കയ്യിൽ നിനക്ക് ഞാൻ തന്ന സമ്പാദ്യം കൂടെ കൊണ്ട് കൊടുത്താന്ന് ചോദിക്കും. അപ്പം അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ കൊടുക്കണം. ചുമ്മാ നമ്മൾ സർവീസ് ചെയ്തില്ല, സർവീസ് സ്ഥലത്ത് എത്തണം അല്ലേ, കറക്റ്റായി കൊടുക്കേണ്ടവരിന് കൊടുക്കണം. പിന്നെ ചില അസുഖങ്ങളോ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടും, അത് ഇന്ന തെറ്റ് എൻ്റെ ഭാഗത്തുള്ളതുകൊണ്ട് ഒരു പ്രായച്ചിത്തമായി കണക്കാക്കണം, ഇനി നീ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ശരി ദിവസം പറഞ്ഞു തരും. പിന്നെ 5 ദിവസത്തിനകത്ത് ഇത് മാറും, അല്ലെങ്കിൽ 7 ദിവസത്തിനകത്ത് ക്ലിയർ ആവും എന്ന് കിട്ടുമ്പോൾ ആ 7 ദിവസം വരെ ഇങ്ങനെ വയ്യാന്നിരിക്കും. 7-ാമത്തെ ദിവസം ആകുമ്പോൾ ക്ലിയർ ആവും. ക്ലിയർ നന്ദിയൊക്കെ പറഞ്ഞ് ഇനി ഞാൻ ഇത് ചെയ്യില്ല, ഇനി ഞാൻ കറക്റ്റാണ് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ കറക്റ്റ് അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു പരുവത്തിലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെളിയിൽ നിങ്ങളതൊക്കെ പറയാൻ ഇപ്പം എൻ്റെ അടുത്ത് പറയണത്. ഇപ്പം എന്നോട് സംസാരിക്കണമെന്ന് ആരാ പറഞ്ഞത്? എൻ്റെ അടുത്ത് ഒരു കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞത് ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ പബ്ലിഷ് ചെയ്യണം, അറിയിപ്പുകൾ കൊടുക്കണം. അപ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞാൽ മൊബൈലൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ചോദിച്ചാൽ ഇടയ്ക്ക് ഞാൻ 1-2 മെസ്സേജ് ഇറങ്ങി ഇടയ്ക്കിടയ്ക്ക് മെസ്സേജൊക്കെ വിടാറുണ്ട് ചില കാര്യങ്ങൾ. അപ്പം നിർത്തിവെക്കാൻ പറയും, പിന്നെയും നിർത്തി വെച്ചിട്ട് പിന്നെയും കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറയും. അങ്ങനെ ഞാൻ പിന്നെയും കുറച്ചും കൂടെ ചോദിച്ച് കാര്യങ്ങളൊക്കെ എടുക്കും, പുതിയ എൻ്റെ സംശയങ്ങളൊക്കെ. ഇപ്പം പിന്നെയും എൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി കുറച്ച് പരസ്യങ്ങൾ ചെയ്യണം, ആൾക്കാരെയൊക്കെ ഇത് അറിയിക്കണം. ഇങ്ങനെ മെയിനായിട്ട് കാരണം ഭാവിയിൽ വരാൻ പോകുന്ന നാശനഷ്ടങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും അതിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടാം. ഈ പറഞ്ഞതുപോലെ പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥ അത് പാലിക്കുന്നവന് അതിൻ്റെ രീതിയിൽ നിമിത്തങ്ങൾ വരും. അത് ദൈവം നേരിട്ട് അങ്ങനെയല്ല, നിമിത്തങ്ങളിലൂടെ അവൻ കരകയറി മാറിപ്പോവും. അപ്പം ഇതൊക്കെ അറിയിക്കണം. ഇങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് നമ്മൾ ഇതുണ്ടല്ലോ, അപ്പം ഇങ്ങനെ കിട്ടിയിരിക്കുന്ന സമയത്താണ് ഈ ബ്രെയിൻ മാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് ചിലർ കിടന്ന് കരച്ചിലും പിഴിച്ചിലും നിവൃത്തിയിൽ കാട്ടിൻ്റെ അതൊക്കെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ പറയണം എന്ന് പറഞ്ഞ് നേരെ ഞാൻ മാസ്റ്റർ ബ്രെയിൻ പുള്ളി വന്ന് ഇതേപോലെ ചില കാര്യങ്ങൾ എടുത്തിട്ട്, പക്ഷെ പുള്ളി കോമഡി ലെവലിൽ പുള്ളിയുടെ രീതിയിൽ എടുത്തിട്ട് പോയി. ആ എടുത്തപ്പോഴേ എൻ്റെ മനസ്സിൽ കിട്ടി ഈ നിങ്ങളുടെ ചാനൽ വിളിച്ച് പറയണം എന്നിങ്ങനെ കിട്ടി. ഞാൻ 2-3 ദിവസം വെയിറ്റ്, ഒരാഴ്ചയോളം 2-3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നാണ് ശരിക്കും പറഞ്ഞത്. ദൈവം നിശ്ചയിച്ച ചാനലാണ് ബാക്ക് ആയിരിക്കാം. കാരണം പുള്ളിയുടെ വിളിക്കണമെന്ന് കിട്ടി, കൊടുക്കണമെന്ന് കിട്ടി. നിങ്ങളെ കേസിൽ ചെയ്യണമെന്ന് ആ പുള്ളി വരണ സമയത്തിന് മുമ്പേ കിട്ടി. പക്ഷേ പുള്ളി ആദ്യം വിളിച്ചുകൊണ്ട് പുള്ളി വന്നു, പുള്ളിയുടെ അടുത്ത് പറഞ്ഞാൽ പുള്ളിയും വിളിക്കണമെന്ന് എനിക്ക് കിട്ടിയായിരുന്നു. ഇപ്പം അങ്ങനെ കിട്ടണുണ്ട്. ഇത്രയും നാളും ആരും അങ്ങനെ വലിയ പബ്ലിസിറ്റി കൊടുക്കണമെന്ന് കിട്ടില്ല. അത് കാര്യം ഈ പറഞ്ഞ പോലെ എനർജി ഉണ്ടല്ലോ, നമ്മൾ മാക്സിമം പോസിറ്റീവായി ഒരു ലെവലായിട്ട് നമ്മൾ എന്തൊക്കെ ക്ലിയറായി അതേ വെളി പറയാവൂ. ചുമ്മാ നമ്മൾ ഈ തെറ്റായ രീതിയിൽ ജീവിച്ച് നിന്നിട്ട് ഈ ആൾക്കാരുടെ മാത്രം അങ്ങ് നിന്ന് ഇങ്ങനെ മറ്റേ മതക്കാർ പുരോഹിതന്മാർ ചെയ്യുന്നത് പോലെ ഉപദേശങ്ങൾ അവർ ആൾക്കാരുടെ അടുത്ത് ചെയ്യും, എന്നിട്ട് സ്വന്തമായി നോക്കുമ്പോൾ ഇതൊന്നും കാണൂല. അങ്ങനെ ഞാൻ ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കട്ടുപാടുകളിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ചിലവ് ആവശ്യമുണ്ട്. നമ്മൾ ചില സമയത്ത് ജോലിക്ക് പോകാൻ പറ്റില്ല. അല്ല, എനിക്ക് എല്ലാ പ്രാവശ്യം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ സാമ്പത്തിക ഒരു പ്രശ്നം. എൻ്റെ കാര്യത്തിൽ ഞാൻ ഇടയ്ക്ക് 1 വർഷത്തോളം ഞാൻ ഫുൾ ജോലിയെല്ലാം നിർത്തി വെച്ചിട്ട് എറണാകുളത്തൊരു ഫ്ലാറ്റ് 1-2 ഫ്ലാറ്റ് മാറി. അപ്പോൾ അവിടെ ഞാൻ ഇരുന്ന് ഇതൊക്കെ ചോദിച്ചെടുത്ത് ഒരു ക്ലിയർ ആയിട്ടാണ് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് 2ാമത് ജോലി തുടങ്ങിക്കോളാൻ പറഞ്ഞു. ദൈവം തന്നെയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ആദ്യം ഈ മറ്റുള്ള ചിന്തയിൽ നിന്നൊക്കെ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കി നിന്ന് അപ്പോൾ ആ സമയത്ത് വസ്തു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വിറ്റ് ആ പൈസയൊക്കെ എടുത്ത് ചിലവാക്കി അങ്ങനെ തീർന്നു. യാതൊക്കെ ഒതുങ്ങിയപ്പോഴാണ് തിരിച്ച് 2ാമത് ജോലി തുടങ്ങി. പിന്നെ ഈ ജോലി തുടങ്ങിയതിന് ശേഷം ഇതുവരെ ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ ഈ ജോലി ചെയ്യുമ്പോഴും ഈ മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇതൊക്കെ പതുക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് കൊണ്ടിരുന്ന ചിലപ്പോൾ ജോലി സ്ഥലത്ത് ഇരുന്ന് കൊണ്ടിരുന്ന ദൈവമേ ശരിക്കും എന്താണ് ഇപ്പോൾ ഇത് കേട്ടത്, ഇതിന് വലിയ ഉണ്ടാ ഇല്ലേ, അപ്പോഴവിടെ നിന്ന് ചോദിക്കും, ഉത്തരം കിട്ടും. കുറച്ചേരം ഇങ്ങനെ ഇരിക്കണം, അതിലൂടെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിട്ടും. പിന്നെ അതിൽ ചിലപ്പോൾ കിട്ടാത്ത കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് മിക്ക ദിവസങ്ങളിൽ 7 മണി 8 മണി സമയത്ത് 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ഒറ്റയ്ക്ക് ഇരിക്കും. ആ സമയത്ത് ഞാൻ ഇരുന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ ചോദിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ചോദിച്ചോണ്ടിരിക്കണതാണ് ശരിക്കും ധ്യാനം. നമ്മൾ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് ബോധ മനസ്സിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം പതൊക്കെ കളഞ്ഞിട്ട് മൈൻഡ് ഫ്രീ ആക്കി. ഈശ്വരന്റെ രൂപം എന്താണ്? ഞാൻ ഇതുവരെ ഒരു രൂപം കണ്ടിട്ടില്ല, രൂപമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഭാവന അനുസരിച്ച് പല രൂപത്തിൽ ഇനി കാണിച്ചിട്ടാണ്. ഒരു ലൈറ്റാണോ? ലൈറ്റും ശബ്ദവും വെളിച്ചവും ഇതാണ് ദൈവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഞാൻ വേറൊരു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ നമ്മളെല്ലാം ഒരു വലിയ ലൈറ്റിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു.
ലീന വിശ്വയാണ് പറഞ്ഞത്, ഹീലിംഗ് തെറാപ്പിസ്റ്റാണ് പോകുന്നത്. അത് വലിയ ലൈറ്റാണോ ഈ പറഞ്ഞ ഈശ്വരൻ? പല പല രൂപങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് പറഞ്ഞു. ഒരുപാട് രൂപങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. തീയിൽ നിന്നുള്ള രൂപം കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാതെ പ്രപഞ്ചം ഇങ്ങനെ പ്ലേറ്റ് പോലെ ഇങ്ങനെ സകലമായ ഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് ബാക്കിൽ ഒരാൾ നോക്കണമായിട്ട് ഇങ്ങനെ കാണിച്ചത്. ഇങ്ങനെ പല രീതിയിൽ ഇതൊന്നും അങ്ങോട്ട് കറക്റ്റ് ആവണില്ല. ഇതെന്ത് ഇങ്ങനെ ഓരോന്നും അപ്പം പറഞ്ഞ് ദൈവത്തിന് ഇന്ന രൂപമോ ഇന്ന അങ്ങനെയൊന്നുമില്ല. എന്താണ് നമ്മുടെ തലച്ചോറിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാവനയിൽ എന്തെങ്കിലും ഉണ്ടോ അതനുസരിച്ച് ഇങ്ങനെ എന്തുവേണോ കാണിച്ചു തരാം. ഒരു രാജാവിനെ പോലെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ദൈവം കാണിച്ചു തന്നാൽ അങ്ങനെ കാണിച്ചു തന്നാൽ അത് വിരൂപനായിരിക്കും. ദൈവത്തോട് നിനക്ക് ആ ഒരു ഇഷ്ടം വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചപ്പം എനിക്കൊരു രൂപം കാണിച്ചു തരും. ആ രൂപം എന്താണെന്ന് വെച്ചാൽ നമ്മളെ തലേരെ ഇവിടെ നിന്ന് ഒരു പർവ്വതം, അവിടെ നിന്ന് കുറേ പല 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 സ്ഥലത്തൂടെ ഞാൻ നീർച്ചാല് പോലെ വെള്ളം ഒഴുകുന്നുണ്ട്. ഇത് ഒരു തല, ഇപ്പുറത്ത് വേറൊരു തല, ഇപ്പുറത്ത് വേറൊരു തല, ബാക്കിൽ വേറൊരു തല, ഫ്രണ്ടിൽ വേറെ ഇങ്ങനെ 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 കുറേ തലകൾ. ഈ തലയിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരുമാതിരിപ്പെട്ട സകലമാന ജീവജാല മീനൊക്കെ ഉണ്ടാകുക. ഒരു തല മീൻ, ഒരു തല കുതിര, പല പല തലകൾ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കറങ്ങി നോക്കിയാൽ ചുറ്റോക്കെ കറങ്ങി നിന്ന് കാണാൻ പറ്റും. ഇത് വലിയ ഏരിയ, വലിയ സാധനമാണെങ്കിലും നമ്മളത് ചെറുതാക്കി ഇങ്ങനെ ചെറുതാക്കി കാണിച്ചു തന്നാണ് എനിക്ക് കാണുന്ന ലെവലിൽ കാണിച്ചു തന്നു. അതേപോലെ തന്നെ നമ്മളെ ശരീരത്തിലൊക്കെ മരങ്ങൾ, സമുദ്രം, ഒരു മുതുവിൻ്റെ ഭാഗം, ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന ഒരു 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 വല്ലാത്ത രൂപം എനിക്ക് കാണിച്ചു തന്നു. കണ്ണുണ്ടോ? ഇത് ഈ കാണുന്ന എല്ലാത്തിനും എല്ലാ മുഖത്തിനും എന്താണോ ആ മുഖത്തിൻ്റെ കണ്ണ് ആ കണ്ണുണ്ട്. ഇപ്പം മനുഷ്യ മുഖം എന്ന് പറയുമ്പോൾ തന്നെ ആ മനുഷ്യ മുഖം മാത്രമല്ല, ആ മനുഷ്യ മുഖത്തിൽ തന്നെ പല പല എന്തൊക്കെയൊക്കെ ഉണ്ട്. ഇപ്പുറത്തിരിക്കുന്ന തലയിൽ ഒരു മൃഗത്തല ഉണ്ടപ്പം അതിൽ മൃഗത്തിൻ്റെ കണ്ണുണ്ട്. മീനിൻ്റെ ഒരു തല ഇതിൻ്റെ ഇടയിൽ തള്ളി നിൽക്കുന്നുണ്ട്, അതിൽ മീനിൻ്റെ കണ്ണുണ്ട്. ഇങ്ങനെ ഈ സകല സാധനങ്ങൾ ഇങ്ങനെ ചേർന്ന് ഒരു വലിയൊരു സാധനം ഇങ്ങനൊരു രൂപം കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ദൈവം ഇതാണോ? ഇതുമല്ല, അതുമല്ല. അതിനുശേഷം ഞാൻ ചോദിച്ചിട്ടുമില്ല, പിന്നെ വേറൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് അല്ലേ? ഈ പ്രകൃതി എല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു രീതിയിൽ നീ കാണിച്ചു തന്നു. ഇപ്പം ഞാൻ ഡെഫിനേഷൻ ചോദിച്ചു, ദൈവം അതെന്താ അങ്ങനെ കാണുമെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം എനിക്ക് കിട്ടിയാണ്. ഒരു പട്ടി, ആ പട്ടി അതിൻ്റെ ആത്മാവും അതിനെ ജനിപ്പിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ രൂപത്തിലല്ല, പട്ടിയുടെ രൂപത്തിൽ. ഒരു മീൻ കടലിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. മീനിൻ്റെ ദൈവം മീനിൻ്റെ രൂപത്തിലേ അത് കാണുന്നത്. ഒരു മരം പ്രാർത്ഥിക്കുന്നുണ്ട് മരത്തിൻ്റെ രൂപത്തോട്. അവരുടെ മനസ്സിലെ ദൈവം മരം. അപ്പോൾ ഇതിൽ ഏത് രൂപം ആണ് കാണേണ്ടത്? അതാണ് ചോദിച്ചത്. മനുഷ്യൻ്റെ രൂപത്തിൽ അവൻ്റെ ഭാവനയിൽ ഓരോരുത്തരുടെ ഇങ്ങനെയായിരിക്കും ദൈവം എന്ന് അവൻ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. മൃഗങ്ങളുടെ അവരുടെ രൂപത്തിൽ അവർ കാണുന്നു. അവർ ആ ഭാവത്തിൽ അവരൊക്കെ നമ്മളെ പുച്ഛമാണ്. ചിലപ്പോ ഈ മൃഗങ്ങളെ ഈ ചില സമയത്ത് ഈ ഓലിയിടാറുണ്ട്. അതായത് ചില ആത്മാക്കളുടെ സാന്നിധ്യം എന്ന് പറഞ്ഞു കേൾക്കാം. അതിലെത്രത്തോളം സത്യം ഉണ്ടോ? അവരുടെ മിക്ക മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ അവരുടെ ദൈവം സൃഷ്ടിച്ച കണ്ണ് അടുത്ത ഡയമെൻഷനിലോട്ടുള്ള രൂപങ്ങളെയും കാണാൻ പറ്റുന്ന ലെവലിലാണ് അവർ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 2 ദിവസം എനിക്കൊരു പട്ടിയുണ്ട്, വലിയ പ്രായമൊന്നുമല്ല, ഏതാണ്ട് ഒരു 5 മാസം കഴിഞ്ഞുള്ളൂ, എന്നിട്ട് ആ സൈസൊക്കെ ഉണ്ട്. ഞാൻ മിക്ക ദിവസങ്ങളിൽ ഞാൻ നോക്കും, എന്നെ ഇങ്ങനെ നോക്കി വാല് ചെറുതായിട്ടാട്ടും, എൻ്റെ തൊട്ട് ഇപ്പുറത്ത് നോക്കിയിട്ടും വാലിങ്ങനെ ആട്ടും, പിന്നെ ഇപ്പുറത്ത് നോക്കി എന്നെ നോക്കും വാലാട്ടും, ഇപ്പുറത്ത് ഇത്തിരി നോക്കിയിട്ടും. അപ്പം ഞാൻ വൈഫിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ? എൻ്റെ അപ്പുറത്ത് ആരുമില്ല. ഈ പട്ടി ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഞാൻ നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടി 4th ഡയമെൻഷനിലുള്ള എന്തോ ഒന്നിനെയും കൂടെ കണ്ട് അതിനെ എനിക്ക് കണ്ടുകൂടാ. പക്ഷേ പട്ടിക്ക് കാണുന്നുണ്ട്. പട്ടിയുടെ വിചാരം ഞാനും ഈ സാധനം ഇതൊക്കെ വീട്ടിലംഗങ്ങളെന്നായിരിക്കും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഈ വീട്ടിലുള്ള ഒരു കുടുംബക്കാരാണെന്ന് ആയിരിക്കാം. അത് എന്നെ നോക്കി വാലായിട്ട് ഇപ്പുറത്തും നോക്കും, ഇപ്പുറത്ത് എന്നെ നോക്കും, പിന്നെ എൻ്റെ ഇപ്പുറത്ത് നോക്കും, ചിരിക്കും, ഇപ്പുറത്ത് നോക്കും. പക്ഷെ എനിക്കിതൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ചില പട്ടികൾ നമ്മുടെ വഴി കൂടെ നടന്നു പോകുമ്പോൾ കണ്ടിട്ടില്ലാത്ത ചില പട്ടികളുണ്ട്. അവർ നമ്മുടെ അടുത്ത് ഒന്ന് വാലാട്ടി ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കും. നമ്മൾ പട്ടിയെ കണ്ട് ഓടും. ചില പട്ടികളെ കണ്ടാൽ നമ്മൾ ഓടാറില്ല. അതെന്തുണ്ടായി? അത് ശരിക്കും ഞാൻ അത് ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞ ഉത്തരം എന്ന് വെച്ചാൽ, ഈ പട്ടിയുടെ ഉള്ളിൽ തൊട്ട് മുമ്പ് ഈ വ്യക്തിയുടെ ആരോ മരിച്ച ആത്മാവ് ഇപ്പം ആ പട്ടിയുടെ ഉള്ളിലാണ് ഇപ്പം നിൽക്കുന്നത്. അത് ശിക്ഷയായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന സാധനമാണത്. കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ എൻ്റെ വസ്തുവിൻ്റെ വീട്ടിൽ 2-3 കീരികൾ ഈ റോഡ് വഴി ഇങ്ങനെ എപ്പോഴും പോകും. എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കും, അപ്പുറത്തെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നോക്കും. ഇപ്പോൾ കുറച്ചുകൂടെ കാണാനില്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം 2 വർഷം വരെ ഡെയിലി. അപ്പോൾ എല്ലാവരും അറിയും കീരികൾ ഇതാ പോണ്,
വന്ന് നിൽക്കും, അതിലൊരു കീരി വന്ന് ഇങ്ങനെയൊക്കെ നോക്കും. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താണ്? പണ്ടത്തെ ഇവിടുത്തെ മുതലാളിയായിരുന്നു ഈ വസ്തുവിൽ. പണ്ടത്തെ പുള്ളി ഇതൊക്കെ കണ്ട് അവർക്ക് എങ്ങനെ അറിയാം? അതാണ് അവരുടെ ഉള്ളിൽ ആ ആത്മാവിന് അതറിയാം. പക്ഷെ അവർക്ക് എങ്ങനെ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു പട്ടിക്ക് തന്നെ പട്ടിയുടെ ഉള്ളിൽ ഇപ്പോൾ എൻ്റെ അപ്പൂപ്പനോ അല്ലെങ്കിൽ എൻ്റെ മാമനോ ആരെങ്കിലും മരിച്ച് ആ ആത്മാവിനെ ശിക്ഷ എന്നോണം നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പട്ടിയിലിട്ടങ്ങ് ജനിപ്പിച്ചെന്ന് വെച്ചോ, ഈ ആത്മാവിനറിയാം. അപ്പം നമ്മൾ ചിലപ്പോൾ കല്ലെറിഞ്ഞ് ഓട്ടിക്കും. ഇതൊക്കെ തന്നെയാണ് അവരുടെ ശിക്ഷ. അവരുടെ ആ ജന്മത്തിൽ അവർ കാണിച്ച എന്തോ നിന്നെ ദൈവം ബാലൻസ് ചെയ്താണ് ഈ അടുത്ത ജന്മത്തിൽ ഇങ്ങനെ വരുന്നത്. അത് അനുഭവിക്കണം. അത് അനുഭവിക്കണമെന്നാണ്. അപ്പോൾ അത് നമ്മുടെ അടുത്ത് പറയട്ടെ ഞാൻ നിൻ്റെ മാമനാണ് എന്ന് എങ്ങനെ പറയും? പറയാൻ വരുന്നതോറും നമ്മൾ എറിഞ്ഞ് ഓട്ടിക്കുകയല്ലേ. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം സ്വർഗവും നരകവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഈ ആത്മാക്കൾ, പട്ടിയുടെ ആത്മാക്കൾ, അവർ ഇത് രണ്ടാണോ അല്ല എല്ലാ ആത്മാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ ജനിക്കും? ഇത് മാറി തിരിഞ്ഞ് ജനിക്കണമെന്നുണ്ട്. ഇതല്ലാതെ ഓർമ്മയോട് ജനിപ്പിക്കണുണ്ട്. ഇപ്പം നാളെ തന്നെ ഞാൻ യൂട്യൂബിൽ ഒരു പടം കണ്ട്, ഒരു അമ്പലത്തിൻ്റെ നടയിൽ ഒരു തൂണ് പോലെ അമ്പലത്തിൻ്റെ വാതിലിൻ്റെ തൊട്ടടുത്ത് ഒരു പട്ടി ഇരുന്ന് വരുന്നവന് പോകുന്നവരെല്ലാം ഇങ്ങനെ കാല് പൊക്കി തലയിൽ അനുഗ്രഹിക്കുന്നു. ശരിക്കും ആ പട്ടിക്ക് അപ്പോൾ ആൾക്കാർക്ക് അതിശയം, ഒരു പട്ടി ഇരുന്ന് എല്ലാവരെയും തലയിൽ കഴിച്ച് അനുഗ്രഹിക്കുന്നു. ഞാൻ ചോദിച്ചൊന്നും എടുത്തില്ല, എനിക്ക് എപ്പോഴും മനസ്സിലായി പട്ടി കഴിഞ്ഞ ജന്മത്തിൽ അമ്പലത്തിൻ്റെ പോറ്റിയോ ആരോ ആയിരുന്നതാണ്. ഇപ്പം അടുത്ത ജന്മത്തിൽ ശിക്ഷ എന്തോ അപ്പം കാണിച്ചതിൻ്റെ ശിക്ഷ എന്നോണം അവിടെ ഇരുന്ന് ഇങ്ങനെ ആൾക്കാർ ആ ഓർമ്മയിലതുണ്ട്. പട്ടിയാണെന്നുള്ളത് ഇപ്പം മനസ്സ് ഇല്ല, പക്ഷേ ആ പഴയ പോറ്റിയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ പഴയ ആളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പല പ്രതിഭാസങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കൊച്ചു ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടി തുടക്കത്തിൽ തന്നെ ശാസ്ത്രീയ സംഗീതമൊക്കെ ഭയങ്കരമായി പാടിച്ച്. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയൊക്കെ അങ്ങ് എൻ്റെ മോളാണ്, ആ കുട്ടി ഇതിനു മുമ്പ് ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിച്ച് തെളിഞ്ഞ് നല്ല രീതിയിൽ ആയി ഫേമസായി നിന്ന് മരിച്ച ഒരു ആത്മാവ് അന്നെന്തോ ബാക്കി പൂർത്തീകരിക്കാനുള്ളതുകൊണ്ട് അടുത്തതിൽ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ആ ശാസ്ത്രീയ സംഗീതം ആൾറെഡി ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അത് ഇനി അതിൻ്റെ ബാക്കി പഠിച്ചാൽ മതി. ഈ സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ്. ഭൂമിയിൽ ഒരു സ്വർഗവും നരകവും ഉണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇവിടെ ഒരു പ്രശ്നങ്ങളില്ല, ഒരു ബുദ്ധിമുട്ടില്ല, അവന് നല്ല കാശുണ്ട്, വരുമാനമുണ്ട്, അവൻ എല്ലാം പോസിറ്റീവായിട്ടാണ് ജീവിക്കുന്നത്, അവന് ഒരു പ്രശ്നമില്ലെങ്കിൽ അതാണ് അവൻ്റെ ഭൂമിയിലുള്ള സ്വർഗം. വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അസുഖങ്ങൾ, ധനനഷ്ടം, വീടില്ല, അതില്ല, വീട്ടിൽ വഴക്ക്, ബഹളം, ഇടയ്ക്കിടയ്ക്ക് അപകടം, സാധനങ്ങളൊക്കെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ചുമ്മാ ചീത്തായിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ തലവേദന, ഇങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതാണ് അവൻ്റെ ഭൂമിയിലെ നരകം. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് സ്വർഗത്തിൽ പോകും. അത് മരിച്ചതിന് ശേഷം നമ്മൾ ആത്മാവ് അടുത്ത ഡയമെൻഷനിലോട്ട് പോവുകയാണ്. അതാണ് ഈ സ്വർഗവും നരകവും എന്ന് പറയുന്നത്. അത് ഇവിടെ തന്നെയാണ്. ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഉള്ള സ്വർഗവുമുണ്ട്. മറ്റ് ഗ്രഹങ്ങളും വേറെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ. അവിടെയൊക്കെ നമുക്ക് വാസമില്ലെങ്കിലും അവിടെയൊക്കെ നമ്മൾ ആത്മാക്കൾക്ക് സഞ്ചരിക്കാം. അവിടെയൊക്കെ ഉണ്ട്, അവരുടെ സ്ഥലങ്ങളുണ്ട്, മറ്റ് ഗ്രഹങ്ങളുണ്ട്. അങ്ങനെ പല സെക്ഷനുണ്ട്. ഈ സ്വർഗം തന്നെ ഈ ഒരു സ്വർഗം അങ്ങനെ അല്ല, പല പല സ്വർഗ ലെവൽസുകളാണത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഒരു പകുതി മരണമാണ്. നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ആത്മാവ് നമ്മളെ ബോഡി വിട്ട് ഒന്ന് അടുത്ത ഡയമെൻഷനിലോട്ട് പോയിട്ട് ഒരു മായാലോകത്ത് പോയി ചില കാര്യങ്ങൾ കണ്ടും കേട്ടും ചില നമ്മളെ നയിക്കുന്ന ചില അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ചില അദൃശ്യ ശക്തികൾ അവരുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ചില കാഴ്ചകൾ അതൊക്കെ കിട്ടി അനുഭവിച്ച് കറങ്ങിയിട്ടാണ് നമ്മൾ രാവിലെ ഉണർന്നത്. ചിലപ്പോൾ നമ്മൾ ആത്മാവ് ഉറക്കത്തിൽ തന്നെ നരകത്തിൽ പോകും. ആ നരകം എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഈ ഉറക്കത്തിൽ ഈ അപകടം, തീയിൽ വീണ്, അവിടെ മറിഞ്ഞ് വീണ്, ഇവിടെ മറിഞ്ഞ് വീണ്, വെളുത്തിൽ ഓർന്ന് വെപ്രാളപ്പെടുന്നത്, ഇങ്ങനെ ഒരു അങ്ങനെ കണ്ട് നമ്മൾ വെപ്രാളപ്പിടിച്ച് പേടിച്ച് ഉണരുമ്പോൾ സ്വപ്നം വരുന്നത് രക്ഷപ്പെട്ട് നമ്മൾ ഉണർന്നില്ലെങ്കിൽ ആ കഥ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഉണർന്നില്ലെന്ന് മരിച്ചുപോയി. അതാണ് മരണം. ആ മരണം എന്ന് പറയുമ്പോൾ ഈ കാണുന്ന മരിക്കുമ്പോൾ നമ്മുടെ സ്വപ്നം കാണും. അതൊരു ഏത് സ്വപ്നം, മരണ സമയത്തൊരു സ്വപ്നം കാണും. നമ്മൾ ആത്മാവ് നമ്മൾ ബോഡി വിട്ട് കഴിയുമ്പോൾ ഒരു വേറെ സ്വപ്ന ലോകത്തോട്ട് പോകും. നരകമാണെങ്കിൽ ഈ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് പോലെ തന്നെ ആ സ്വപ്നത്തിലൂടെ അവൻ അനുഭവിച്ച് കഷ്ടം അനുഭവിച്ച് തീയിൽ വെന്ത് എണ്ണ ഇങ്ങനെ അല്ലെങ്കിൽ ചില രൂപങ്ങൾ, ചില ശക്തികൾ അവനായിട്ട് വലിച്ചഴച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്വപ്നം പോലെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അതായത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് സ്വപ്നം കാണുന്നത് അത് ഇങ്ങനെ തുടർച്ചയായിട്ട് തുറന്നുകൊണ്ടേയിരിക്കും. അതാണ് മരണശേഷമുള്ള നരകം. അതേസമയം മരണശേഷം നമ്മൾ എവിടെയോ കഴിക്കുന്നു, നമ്മൾ എവിടെയോ ഇങ്ങനെ പറന്ന് നടക്കുന്നു, നമുക്ക് ഭയങ്കര സന്തോഷം, മരങ്ങൾ, കാടുകൾ, എന്തൊക്കെ പഴങ്ങൾ കഴിക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ അനുഭവിച്ച് വേറെ ലോകത്ത് ഇങ്ങനെ, അതാണ് മരണശേഷമുള്ള ഒരു സ്വർഗം. ഇത് വേറെ തരം സ്വർഗം. ഇനി മരിച്ചതിന് ശേഷം നമ്മൾ ഉപാസനാമൂർത്തിയായിട്ട് അല്ലെങ്കിൽ നമ്മൾ ദൈവം എന്ന് വിചാരിച്ചിരിക്കുന്ന ഏതെങ്കിലും ശക്തി, ആ ശക്തി നമ്മൾ വിളിച്ചുകൊണ്ട് പോകുന്നു, ആ ശക്തിയുടെ കൂടെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു, അവിടെ നമുക്ക് ചില സുഖങ്ങൾ കിട്ടുന്നു, അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നു, കിടക്കുന്നു, ആ ശക്തിയെ നമ്മൾ പ്രാർത്ഥിച്ച് അവിടേക്ക് ഇരിക്കുന്നു. ഇത് മറ്റൊരു സ്വർഗം. ഇങ്ങനെ പല ടൈപ്പ് സ്വർഗങ്ങളാണ്. ഇത് മരിച്ചതിന് ശേഷം നമ്മൾ ആത്മാവ് എന്താണോ അങ്ങോട്ട് കണ്ട് അല്ലെങ്കിൽ അനുഭവിച്ച് പോകുന്നത്, ആ അനുഭവത്തിലോട്ട് പോകുന്നത്, അതാണ് ഈ സ്വർഗവും നരകവും. അപ്പോൾ ഒരു സ്വപ്നമാണ് ഒരു സ്വപ്നമാണ്.
ആ സ്വപ്നത്തിൽ നമ്മൾ ജീവിച്ചു പോകും. അത് ചിലർക്ക് ഈ ഉറക്കത്തിൽ സ്വപ്നത്തിൽ നമ്മൾ ജീവിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയാം. അത് മരിച്ചതിന് ശേഷം ഇത് ഉണരുന്നില്ല, അത്രേ ഉള്ളൂ. ഒരിക്കലും അടുത്ത ഉണരണില്ല. പിന്നെ ഈ സ്വപ്നത്തിലൂടെ തന്നെ പല കഥകൾ പോകും. നമ്മൾ ചെയ്ത പാപം ഒരു സ്ഥലത്ത് ചെല്ലുന്നു, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്ത പാപം എന്നൊക്കെ പറഞ്ഞ് ചില രൂപങ്ങൾ നമ്മൾ ഇതിന് അവസാനം നമ്മളിങ്ങനെ തിരിച്ച് അവിടെ അയ്യോ എനിക്ക് തെറ്റുപറ്റിപ്പോയി അതിൻ്റെ ശിക്ഷയെന്ന് പറഞ്ഞ് ഇങ്ങനൊരു നീണ്ട കഥയാണ്. ആ കഥയിലൂടെ സഞ്ചരിച്ച് അവസാനം അതൊക്കെ അനുഭവിച്ച് ഇനി നീ ഒന്നും കൂടെ നിന്നെ ഭൂമിയിൽ അയക്കുമ്പോൾ ഇനി നീ ഈ പറഞ്ഞ തെറ്റുകളൊന്നും ചെയ്യാതെ ജീവിച്ച് കാണിക്കണം. പ്രലോഭനങ്ങൾ വരും, അതിനുള്ള ആൾക്കാരുണ്ട്, നിന്നെ പ്രലോഭിപ്പിക്കും, നീ അടുത്തത് തരണം ചെയ്ത് ജയിച്ച് വരണം എന്ന് പറഞ്ഞ് വിടും. പിന്നെ ഉണരണത് ഈ ഗർഭപാത്രത്തിൽ നിന്ന് വെളിയിടുമ്പോഴാണ്. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പ്രാർത്ഥിക്കും, ദൈവമേ അയ്യോ എനിക്കിനി അബദ്ധമൊന്നും പറ്റാതെ തന്നെ കാത്തുകൊള്ളണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് വയറ്റിൽ തന്നെ കിടക്കുമെന്നാണ് പറയുന്നത്. ഈ കുഞ്ഞായിരിക്കുമ്പം ആ മനസ്സിൽ അതുണ്ടല്ലോ, ഞാൻ ഇന്നടത്ത് കിടക്കണമെന്നു, ഞാനിപ്പോൾ പുറത്ത് വരും. പിന്നെ കണ്ണു തുറക്കുമ്പം വേറെ ലോകത്താണ് പിന്നെ കണ്ണു തുറക്കുന്നത്. അങ്ങനെ കണ്ണു തുറക്കുമ്പോഴാണ് ഈ ബോധ മനസ്സ് അപ്പോഴാണ് ഓപ്പൺ ആവണത്. പിന്നെ ഈ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് യവനല്ല ഈ വ്യക്തി അല്ല പോണത്, കഷ്ടകാലത്തിന് അവൻ്റെ വീട്ടുകാരായിരിക്കും അടുത്ത അവനെ ദഹിച്ചുകൊണ്ട് പോണത്. അപ്പോൾ അകത്ത് ആത്മാവ് ഇരുന്ന് ഞെരങ്ങും, അയ്യോ പറ്റില്ലേ അബദ്ധം പറ്റില്ലേ എന്ന് ഉള്ളിൽ. അതാണ് ഈ മനസ്സാക്ഷി, കുറ്റബോധം എന്നൊക്കെ പറയുന്ന സാധനം എന്ന് പറയുന്നത് ഈ അകത്തിരുന്ന് ആത്മാവിരുന്ന് റിജക്റ്റ് ചെയ്യണതാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ അകം കണ്ടിട്ട് വേണ്ട എനിക്ക് ഇങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞ് വേണമെങ്കിലും പോകാം. പിന്നെ അത് കാര്യം മെയിൻ ചെയ്യാൻ പറ്റും. ആ മനസ്സിനെ തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിലും പിന്നെയും തെറ്റിലോട്ട് ജീവിക്കാം. ഇത് അവരവരുടെ ഇഷ്ടം. പക്ഷേ അകത്തിരുന്നും കൊണ്ട് ആത്മാവ് കഴിഞ്ഞ അനുഭവം വെച്ചിട്ട് അകത്തിരുന്ന് പേടിക്കും. അതുകൊണ്ട് ഒരുപാട് അനുഭവിച്ചും ഭയം വന്നതും പല ആവർത്തി കറങ്ങി വന്ന വ്യക്തികൾ അകത്തിരുന്നും കൊണ്ട് അത് ശക്തമായി പിടിക്കുമ്പം ചിലപ്പം ഈ വ്യക്തി ശരി വേണ്ട എനിക്ക് എന്തോ ദൈവനെ ശിക്ഷിക്കും ആരും പറഞ്ഞൊന്നും കൂടെ കണ്ടില്ല. അച്ഛനും അമ്മയും നിരീശ്വരവാദത്തിൽ നടക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ആ വ്യക്തി അവൻ ചിലപ്പോൾ ആ കുടുംബത്തിൽ ഒരു ദൈവഭയത്തോട് വരും. കാരണം അവൻ്റെ ആത്മാവ് അവനെ സ്ട്രോങ് ആയി പിടിക്കണോണ്ടാണ്.